ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൃഷ്ണം വന്ദേ സത്സംഗ സമിതി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 7-ാം അധ്യായമാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് 8-ാം അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നതിന് നമ്മുടെ ആചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. നമസ്തേ സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിഹകാതരയാജുഭാവ തത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. സ്കന്ധം 3, അധ്യായം 8. മൈത്രേയ ഉവാച തത്ഫേവനീയോ ബതപൂർവംശോ യല്ലോ കപാലോ ഭഗവത് പ്രധാനം ബഭൂവിധേഹോജിത കീർത്തിമാലം പദേ പദേ നൂതനേഭ്യഭീക്ഷ്ണം. സത്ഫേവനീയ, സജ്ജനങ്ങളാൽ സേവിക്കപ്പെടേണ്ടത്. സത്ഫേവനീയ. ബത, ആശ്ചര്യത്തെ കാണിക്കാൻ. പൂരുവംശ, ഈ പൂരുവംശം സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്ന ഒരു വംശമാണ് പൂരുവംശം. ഇത് എന്തെന്നാൽ ലോകപാലോ ഭഗവത് പ്രധാനം. ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ലോകപാലന്മാരിൽ ഒരാളായ ആ ധർമ്മദേവൻ, ലോകപാലൻ, യമധർമ്മരാജാവ്, തെക്കേ ദിക്കിന്റെ അധിപതിയായ യമധർമ്മരാജാവ്, അതാണ് ലോകപാലന്മാരിൽ വെച്ച് ഭഗവത് പ്രധാനനാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ അവൻ ബഭൂവിധ, ഭവിച്ചു. ഇഹ അജിത കീർത്തിമാല, ഇഹ ബഭൂവിധ, ഇവിടെ ഭവിച്ചുവല്ലോ, ഈ വംശത്തിൽ ജനിച്ചുവല്ലോ. സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്ന പൂരുവംശത്തിൽ അങ്ങ് വന്ന് ജനിച്ചല്ലോ. അങ്ങ് ആരാണ്? യമധർമ്മരാജാവിന്റെ പുത്രനാണ്. യമധർമ്മന്റെ ഒരു അവതാരം. ആ യമധർമ്മൻ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകപാലന്മാരിൽ വെച്ച് ഒരാളാണ്. കാരണം ഭഗവാന്റെ ആത്മതത്വം മുഴുവൻ നചികേതസിന് ഉപദേശിച്ചു കൊടുത്തത് യമധർമ്മനാണ്. അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ആ ലോകപാലന്മാരിൽ വെച്ച് ഏറ്റവും ഭഗവത് പ്രധാനിയായ അങ്ങ് ഈ പൂർവംശത്തിൽ വന്ന് ജനിച്ചുവല്ലോ. ബഭൂവിധ ഇഹ അജിത കീർത്തിമാല, ഇഹ ബഭൂവിധ, ഇവിടെ ഭവിച്ചു. അജിത കീർത്തിമാല, ആരാരും ജയിക്കാനാവാത്ത ഭഗവാന്റെ കീർത്തി സമൂഹത്തെ, അജിതനായ ഭഗവാന്റെ കീർത്തിമാല, മാല എന്ന് വെച്ചാൽ കൂട്ടം, സമൂഹം, ആ കീർത്തിമാലയെ പതേ പതേ, ഓരോ പദം തോറും, ഓരോ നിമിഷം തോറും നൂതനയഫി, പുതിയതാക്കി മാറ്റും. അഭീക്ഷണം, ഏറ്റവും അഭീക്ഷണം, നൂതനയഫി, ഏറ്റവും പുത്തനായി മാറ്റിക്കൊണ്ടേയിരിക്കും. വിതുരരുടെ വാക്കുകൾക്ക് മൈത്രേയൻ പറയുന്ന മറുപടിയാണ്.
അങ്ങിപ്പോൾ പൂർവംശത്തെ വന്ന് ജനിച്ചുവല്ലോ, എന്തൊരു ഭാഗ്യം. സജ്ജനങ്ങൾ സേവിക്കുന്ന ഒരു വംശമാണ് പൂർവംശം. അവിടെ വന്ന് ജനിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ലോകപാലന്മാരിൽ ഒരാളുടെ പുത്രനായി വന്ന് ജനിച്ചുവല്ലോ എന്ന് മാത്രമല്ല, ജനിച്ചിട്ട് അജിതനായ ഭഗവാന്റെ കീർത്തി സമൂഹത്തെ ഓരോ നിമിഷവും ഏറ്റവും അധികം നവീകരിച്ചു പോകുന്നവനാണ് അങ്ങ്. എന്തൊക്കെ യോഗ്യതകളാണ് ഇതിലൊക്കെ. തന്നോട് ചോദ്യം ചോദിക്കാമെന്ന ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. ആരെങ്കിലും പറയുമോ ചോദ്യം ചോദിക്കാൻ വരുന്നവരെ കുറിച്ച്? കാരണം ഈ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് ഭഗവത് ഭക്തനാണ്, യോഗ്യനാണ്, ആഭിജാത്യമല്ല ഉള്ളവനാണ്, നല്ല വംശത്തിൽ വന്ന് ജനിച്ചവനാണ്, അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ്, ഭഗവാന്റെ ഏറ്റവും പ്രധാനിയാണ് എന്നിങ്ങനെ അങ്ങനെയുള്ള യമധർമ്മന്റെ പുത്രനായി വന്ന് അവതരിച്ചുവല്ലോ. അങ്ങ് ഭഗവാന്റെ കീർത്തിക്കൂട്ടങ്ങളെ, സമൂഹത്തെ മുഴുവനും ഓരോ നിമിഷവും ഇപ്പൊ എന്നോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഭഗവാന്റെ കീർത്തി ലോകത്ത് പരത്താൻ വേണ്ടിയുള്ളതാണ്. ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ. ഓരോ നിമിഷവും ഭഗവാന്റെ കീർത്തിയെ നവീകരിച്ച് പുത്തനാക്കിക്കൊണ്ടു പോകുന്ന ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചിരിക്കുന്നു. ബഥാ, എന്റെ ഭാഗ്യം തന്നെ. ഒരു ചോദ്യകർത്താവിനെ കുറിച്ച് ഇത്രയധികം പ്രശംസിക്കുക ഒരു ഗുരു. ഞാൻ എന്ത് ഭാഗ്യമുള്ളവനാണ്. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചല്ലോ. കാരണം അങ്ങ് ഭഗവത് പ്രധാനിയാണ്, നല്ല വംശത്തിൽ ജനിച്ചവനാണ്, യമധർമ്മന്റെ അവതാരമാണ്. അങ്ങനെയുള്ള അങ്ങേ പൂർവംശത്തിൽ ജനിച്ചിട്ട് ഓരോ നിമിഷവും ഭഗവാന്റെ കീർത്തിയെ വിപുലീകരിച്ച് നന്നാക്കി നവീകരിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാവാണല്ലോ അങ്ങ്. സത്സേവനീയോ ബതപൂർവംശോയല്ലോകപാലോ ഭഗവത് പ്രധാനം ബഭൂവിധേഹാജിതകീർത്തിമാലം പദേ പദേ നൂതനേഭ്യഭീക്ഷണം. ഇത് ഭഗവത് പ്രധാനഃ ലോകപാലഃ ഇഹ ബഭൂവിധ അജിതകീർത്തിമാലാം പദേ പദേ അഭീക്ഷണം നൂതനേഭ്യ. പൂർവംശഃ സത്സേവനീയഃ ബത. സത്സേവനീയോ ബത പൂർവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാനം ബഭൂവിധേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനേഭ്യഭീക്ഷണം. സത്സേവനീയോ ബത പൂർവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാനം ബഭൂവിധേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനേഭ്യഭീക്ഷണം. സോഹം നൃണം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനം വിരമായതസ്യാം പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഭ്യ. സോഹം, ആ ഞാൻ, ഇങ്ങനെയുള്ള നല്ല ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടവനായ ആ ഞാൻ നൃണാം മനുഷ്യർക്ക് ക്ഷുല്ലസുഖായ തുച്ഛമായ നിസ്സാരമായ സുഖത്തിനു വേണ്ടി ദുഃഖം മഹത്ത് ദുഃഖം കഠിനമായ ദുഃഖത്തെ ഗതാനാം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ക്ഷുല്ലസുഖായ മഹത് ദുഃഖം ഗതാനാം നൃണാം. മനുഷ്യരൊക്കെ അങ്ങനെയാണ്. ഒരു തുച്ഛമായ അല്പനേരത്തെ സുഖത്തിനു വേണ്ടി എന്ത് ദുഃഖം സഹിക്കുക, എന്ത് ത്യാഗം സഹിക്കും, എന്ത് കാശുകളെയും എന്തുമാത്രം ഖേദിക്കും, എന്തുമാത്രം പ്രയത്നിക്കും, ഓടി നടക്കും, കഷ്ടപ്പെടും. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷുല്ലസുഖായ, ഒരു നൈമിഷ്യ നേരത്തെ സുഖത്തിന് വേണ്ടിയില്ല. അതിനുവേണ്ടി അനുഭവിക്കുന്ന ദുഃഖങ്ങളോ കണക്കില്ല. എന്തിനായിരുന്നത്? ധാരാളം കാശ് മുടക്കി കഷ്ടപ്പെട്ടിട്ട് അല്പനേരത്തെ ക്ഷണികമായൊരു സുഖം ഇത്തിരി രൂപ പോകില്ല. ക്ഷുല്ലസുഖായ മഹദ് ദുഃഖം ഗതാനാം നൃണാം. മനുഷ്യരുടെ
വിരമായതസ്യാം. ആ മനുഷ്യർക്ക് ആ ദുഃഖത്തിന്റെ വിരമത്തിനായിക്കൊണ്ട് അതിൽ നിന്നും പിന്തിരിയാൻ വേണ്ടി, അതിൻ്റെ ശാന്തിക്ക് വേണ്ടി വിരമായതസ്യം പ്രവർത്തയേ ഭാഗവതം പുരാണം. അതിനു വേണ്ടിയിട്ട് ഭാഗവതം എന്ന പുരാണത്തെ ഞാനിതാ പ്രവർത്തിപ്പിക്കുന്നു, എത്തിക്കുന്നു, പറയാൻ പോകുന്നു. എന്തിനാണ് ഭാഗവതം എന്നിപ്പോ ഇവിടെയാണ് ചോദിക്കുന്നത്. ആർക്കാണ്? മനുഷ്യർക്ക്. എങ്ങനെയുള്ള മനുഷ്യർക്ക്? നിസ്സാര സുഖത്തിനു വേണ്ടി ധാരാളം ദുഃഖം അനുഭവിച്ചു കഴിയുന്ന മനുഷ്യർ. ആരാണത്? നമ്മളൊക്കെ. ഒരു 5 മിനിറ്റ് നേരത്തെ സ്വാദ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിച്ച ഭക്ഷണം ഉണ്ടാക്കി അല്ലെ വരുത്തി മേടിച്ച് കഷ്ടപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാണ്? 5 മിനിറ്റ് കഴിയുമ്പോഴോ സ്വാദ് പോകും കഴിഞ്ഞത്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പ്രയത്നം എന്ത് കഷ്ടം! കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, കാണാനും കേൾക്കാനും ഉടുക്കാനും അണിയാനും ഒരുങ്ങാനും എല്ലാം അങ്ങനെ. ഇതൊക്കെ അല്പനേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാനിതാ ഭാഗവതം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഭാഗവതം എത്തിക്കുന്നു, വ്യക്തമാക്കി. എന്തിനാണ് ഭാഗവതം? ആർക്കാണ്? ഇനി ഒരു ചോദ്യം പോലും ആവശ്യമില്ല. യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യ. ആ ഭാഗവതത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. അതെങ്ങനെയുള്ളതാണ്? സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യ ആഹ. സാക്ഷാത്തായ ഭഗവാൻ ഋഷിമാരുടെ മുമ്പിൽ പറഞ്ഞതാണ് ഈ ഭാഗവതം. അത് ഞാൻ പറയാം. വിദുരരുടെ കുറെ ചോദ്യങ്ങളിലെ മറുപടിയായിട്ട് ഭാഗവതമാണ് പറയാൻ പോവാം. ഇന്നും കുറെ അധികം ജനങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മറുപടി വാസ്തവത്തിൽ ഭാഗവതമാണ്. അതിന് മറുപടിയായിട്ടാണ് ഭാഗവതം എത്തിക്കുന്നത്. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വിദുരർ എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചേ? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ഒറ്റ മറുപടിയുള്ളൂ, ഭാഗവതം. ഇതെവിടുന്ന് കിട്ടി? ഭഗവാൻ ഋഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്ത. അത് ഞാനിതാ നിന്നോട് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഭാഗവത പുരാണം അവതരിപ്പിച്ചത്. കോഹം നൃണം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനം വിരമായതസ്യാം പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യാം. സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ യത് ആഹാം ക്ഷുല്ലസുഖായ മഹദ് ദുഃഖം ഗതാനാം നൃണാം തസ്യ വിരമായ ഭാഗവതം പുരാണം സ അഹം പ്രവർത്തയേ. കോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യാം പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യാം. കോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യാം പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യാം. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠവത്വം വിവിസ്തവസ്തവസ്തവസ്തത്വമതപരസ്യാം കുമാരമുഖ്യ മുനയോ അന്വപൃച്ഛൻ. ആസീനം ഉർവ്യാം. ഉർവ്യാം ആസീനം, ഭൂമിയിലിരിക്കുന്ന. ഉർവി ഭൂമി, ഉർവ്യാം ഭൂമിയിൽ, ആസീനം ഇരിക്കുന്ന ഭഗവന്തം ഭഗവാനെ, ആദ്യം ആദിയിലുള്ളവനായ ഭഗവാൻ, സംഘർഷണം ദേവം ആദിയിലുണ്ടായ സംഘർഷണൻ എന്ന ഭഗവാൻ. ആദിശേഷന്റെ മറ്റു പേരാണ് സംഘർഷണൻ. അനന്തസ്വരൂപനായിട്ടാണ് ആദിശേഷൻ അവതരിച്ചിരിക്കുന്നത്. 1000 ശിരസ്സുകളും 1000 നാവുകളും ഒക്കെ ഉള്ളവനാണ് അനന്തൻ എന്നൊക്കെ അനന്തനെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. അനന്തന്റെ മൂർത്തി സ്വരൂപത്തെയാണ് ഇവിടെ സംഘർഷണൻ എന്ന പേരിൽ പറഞ്ഞത്. സംഘർഷണം ദേവം
അകുണ്ഠഫത്വം, ഒരു വിഷമവുമില്ലാത്ത ഫത്വഗുണോട്, കുണ്ഠിതമില്ലാത്ത ഫത്വഗുണത്തോടു കൂടിയത്. ഫത്വഗുണമുള്ളവർക്ക് കുണ്ഠിതമുണ്ടാവില്ല. കുണ്ഠിതം, ദുഃഖമുണ്ടാകുന്നത് രജസും തമസും ഉള്ളപ്പോഴാണ്. ഇത് രണ്ടുമില്ലാത്ത കേവലമായ ഫത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യനായ ഭൂമിയിലിരിക്കുന്ന സംഘർഷണമൂർത്തിയായ ആ ഭഗവാനെ വിവിത്ഭവഃ തത്വം അതപരഫ്യ. വിവിത്ഭവഃ, അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നവൻ. വിവിത്ഭവഃ, വിവിത്ഫു, വക്തും ഇച്ഛയാണ് വിവിത്ഫ, പറയാനുള്ള ആഗ്രഹം. വിവിത്ഭവഃ, അറിയാൻ ആഗ്രഹമുള്ള. തത്വം വിവിത്ഭതഃ, തത്വം അറിയാൻ ആഗ്രഹമുള്ള. അതഃ, അതുകൊണ്ട് പരഫ്യ, ആരുടെ? പരമപുരുഷന്റെ തത്വമറിയാൻ ആഗ്രഹമുള്ള കുമാരമുഖ്യാഹ മുനയ, കുമാരമുഖ്യന്മാരായ മുനികൾ, സനകാദികൾ. 4 പേരും കുമാരന്മാരാണ്. അതുകൊണ്ട് അവരെ കുമാരമുഖ്യന്മാരായ മുനിമാർ എന്ന് സനകാദികൾ വിളിക്കുന്നു. സനകാദികൾ അന്വപൃച്ഛൻ, ചോദിച്ചു. സനകാദികൾ ഒരിക്കൽ സംഘർഷണമൂർത്തിയായ ഭഗവാനോട് ചോദിച്ചപ്പോൾ ആ ഭഗവാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിന്റെ മറ്റൊരു വരവ്. ഏതൊക്കെ വിധത്തിലാണ് ഭാഗവതം കിട്ടിയതെന്ന് ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ മൈത്രേയ മുനി പറയുന്നത് എനിക്ക് കിട്ടിയത് എവിടുന്നാണെന്ന് പറയാൻ പോവാണ്. സംഘർഷണമൂർത്തിയായ ആദ്യനായ ഭൂമിയിലിരിക്കുന്നവനായ അകുണ്ഠമായ സത്വഗുണമുള്ളവനായ ആ സംഘർഷണമൂർത്തി ഭഗവാന്റെ പരമമായ തത്വം അറിയാൻ ആഗ്രഹിക്കുന്ന കുമാരമുഖ്യന്മാരായ മുനിമാർ ചോദിച്ചപ്പോൾ ഉപദേശിച്ചു കൊടുത്തതാണ് ഭാഗവതം. ആഫീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠവത്വം വിവിത്ഭവസ്തത്വമതപരഫ്യ കുമാരമുഖ്യ മുനയോന്വപൃച്ഛൻ. ഉർവ്യാം ആഫീനം ഭഗവന്തം ആദ്യം സംഘർഷണം അകുണ്ഠഫത്വം ദേവം പരഫ്യതത്വം വിവിത്ഭവഃ കുമാരമുഖ്യാഃ മുനയഃ അപൃച്ഛൻ. ആഫീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠവത്വം വിവിത്ഭവസ്തത്വമതപരഫ്യ കുമാരമുഖ്യാഃ മുനയോന്വപൃച്ഛൻ. ആഫീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠവത്വം വിവിത്ഭവസ്തത്വമതപരഫ്യ കുമാരമുഖ്യാഃ മുനയോന്വപൃച്ഛൻ. ത്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യക്ഷാംബുജഘോഷമീഷത് ഉന്മീലയന്തം വിയുധോദയായാം. ത്വം ഏവധിഷ്ണ്യം, ത്വം എന്ന് വെച്ചാൽ തൻ്റെ, ധിഷ്ണ്യം ഇരിപ്പിടം, ആശ്രയസ്ഥാനം. ബഹുമാനയന്തം, ബഹുമാനിക്കുന്നവനായ. വാസുദേവാഭിധം ആമനന്തി, വാസുദേവൻ എന്ന പേരോടെ വിചാരിക്കുന്ന, ആമനനം ചെയ്യുന്ന. ആമനന്തി, മനന്തി മനനം ചെയ്യുക, വിചാരിക്കുക. ആമനന്തി വിചാരിക്കുന്ന. സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് യാതൊരു വാസുദേവനെന്ന പേരോടുകൂടിയവനായ ഭഗവാൻ വിചാരിക്കുന്നുവോ അവനെ ബഹുമാനയന്തം, ബഹുമാനിക്കുന്നവനും പ്രത്യഗ്ധൃത അക്ഷ അംബുജകോശം ഈഷത് ഉന്മീലയന്തം. പ്രത്യഗ്ധൃത അക്ഷ അംബുജകോശം ഈഷൻ ഉന്മീലയന്തം വിബുധോദയായ. പ്രത്യക്
പ്രത്യേകാത്മാവിൽ, ജീവാത്മാക്കളിൽ പ്രത്യേക ധൃത ധരിച്ചിരിക്കുന്ന, ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന, അവരവരുടെ ജീവാത്മാക്കളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അക്ഷ അംബുജകോശം, നേത്രമാകുന്ന, കണ്ണാകുന്ന അംബുജകോശം, താമരമുട്ട, പ്രത്യക്ഷത അക്ഷ അംബുജകോശം, ജീവാത്മാക്കളിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ണാകുന്ന താമരമുട്ടിനെ ഈഷത് ഉന്മീലയന്തം, അല്പം തുറന്നു തരുന്ന, തുറപ്പിക്കുന്ന, ഈഷത് അല്പം ഉന്മീലയന്തം തുറക്കുന്ന, വിബുധ ഉദയായ, വിബുധോദയത്തിനുവേ ആയിക്കൊണ്ട് വിബുധന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, വിബുധന്മാർ ദേവന്മാർ, ഉദയം അഭിവൃദ്ധി, വിബുധോദയായ ദേവന്മാരുടെ അഭിവൃദ്ധിക്കു വേണ്ടി താമരമൊട്ടു പോലെയുള്ള തൻ്റെ കണ്ണ് അല്പം തുറന്നു വെച്ചിരിക്കുന്ന ആ സാക്ഷാൽ സംഘർഷണമൂർത്തിയോടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നർത്ഥം. പനകാദികളായ ഋഷിമാർ സംഘർഷണമൂർത്തിയോടാണ് ഈ ചോദ്യം ചോദിച്ചത്. സംഘർഷണമൂർത്തി ഭഗവാന്റെ 4 രൂപഭേദങ്ങൾ ഒരാളാണ്. വാസുദേവൻ, സംഘർഷണം, പദ്മൻ, അനിരുദ്ധൻ എന്നൊക്കെ 3-4 പേരിലെ വ്യൂഹമായി ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് പലയിടത്തും പറയാറുണ്ട്. അതില് ഈ സംഘർഷണമൂർത്തി താൻ സ്വയം വാസുദേവനായ ഭഗവാനാണെന്ന് സ്വയം നിശ്ചയിച്ച് ആ ഭഗവാനാണ് തൻ്റെ ആസ്ഥാനത്തിൽ ഇരിക്കുന്നത് എന്ന് സ്വയം ഉറപ്പിച്ചവനാണ് സംഘർഷണം. ആദിശേഷന്റെ മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് വാസുദേവന്റെ സ്വമേവധിഷ്ണ്യം, താൻ തന്നെയാണ് ഇരിപ്പിടമെന്ന് ബഹുമാനിക്കുന്ന ആ സംഘർഷണമൂർത്തി ഓരോ ജീവാത്മാക്കളിലും താമര പോലെയുള്ള, താമരമുട്ട് പോലെയുള്ള തൻ്റെ കണ്ണിന്റെ അറ്റം അല്പം തുറന്നിട്ട് എന്തിനാണ്? ദേവന്മാരുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് ആ സംഘർഷണമൂർത്തി തൻ്റെ കണ്ണ് തുറന്നിരുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത്. സംഘർഷണമൂർത്തി ഉണർന്നിരുന്ന സമയത്താണ് ധനകാദികൾ ഈ ചോദ്യം ചോദിച്ചത് എന്ന് അർത്ഥം. സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യക്ഷതക്ഷംബുജകോശമീഷത് ഉന്മീലയന്തം വിബുധോദയായാം. സ്വം ധിഷ്ണ്യം യം വാസുദേവാഭിധം ആമനന്തി ബഹുമാനയന്തം വിബുധോദയായ പ്രത്യക്ഷതക്ഷംബുജകോശം ഈഷത് ഉന്മീലയന്തം. ത്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യക്ഷതക്ഷംബുജകോശമീഷത് ഉന്മീലയന്തം വിബുധോദയായാം. ത്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യക്ഷതക്ഷംബുജകോശമീഷത് ഉന്മീലയന്തം വിബുധോദയായാം. ജടാകലാപൈ ഉപസ്പൃശന്തശ്ചരണോപധാനം പത്നം യദർച്ചന്ത്യഹിരാജകന്യാഃ പപ്രേമ നാനാബലിഭർവരാർത്ഥാഃ. സ്വർധുനി ഉദ ആർദ്രൈ, സ്വർധുന്യുദാർദ്രൈ, സ്വർധുനി ഗംഗ എന്നത് സ്വർഗത്തിൽ കൂടി ഒഴുകുന്ന, ധുനി എന്ന് വെച്ചാൽ നദി, സ്വർധുനി സ്വർഗംഗ. അതിലെ
ഉദ വെള്ളം, സ്വർഗംഗയിലെ വെള്ളം കൊണ്ട് ആർദ്രമായ നനവുണ്ടായ, അതിൽ മുങ്ങിക്കുളിച്ച് നിവർന്നപ്പോൾ ശരീരത്തിൽ നിന്നും രോമകൂപങ്ങളിൽ നിന്നും ജഡാകലാപങ്ങളിൽ നിന്നും തുള്ളിയായി വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. ധ്വനി ഉദാർദ്രേഹി ജഡാകലാപൈഹി, സ്വന്തം ജഡക്കൂട്ടം, കലാപത്തിന് ഇവിടെ കൂട്ടം നടത്തം. ഇന്ന് വിചാരിക്കുന്ന അടിപിടിയല്ല, കലാപം കൂട്ടം. ഇപ്പൊ ജഡാകലാപൈ, സ്വന്തം ജഡയുടെ കലാപങ്ങളാൽ ആർദ്രമായിരിക്കുന്ന ഉപസ്പൃശന്ത ചരണോപധാനം, ചരണോപധാനത്തെ സ്പർശിക്കുന്ന, കാൽ വയ്ക്കുന്ന സ്ഥാനത്തെ ആരാധിക്കുന്ന ഉപസ്പൃശന്ത ചരണോപധാനം. പത്മം, യാതൊരു പത്മമാണോ താമരയാണോ ഉള്ളത്, യദർച്ഛന്തി, അതിനെ അർച്ചിക്കുന്നു. അഹിരാജകന്യാഹ, സർപ്പകന്യകമാർ. അഹിരാജന്മാർ, സർപ്പങ്ങളുടെ രാജാക്കന്മാർ, നാഗരാജാക്കന്മാർ, അവരുടെ കന്യമാർ, വിവാഹം കഴിക്കാത്ത പുത്രിമാർ, അവര് യദർച്ഛന്തി, യത് പത്മം അർച്ചന്തി. നാഗകന്യകമാർ എന്നും രാവിലെ വന്ന് ആദിശേഷന്റെ പാദത്തിലുള്ള ഒരു താമരപ്പൂവിനെ അർച്ചിക്കുന്നു. പ്രേമ നാനാ ബലിഭർ വരാർത്ഥാഹ, വളരെ പ്രേമത്തോടെയാണ്. നാനാബലിഭിഹി, പല വിധത്തിലുള്ള പൂജകളെ കൊണ്ട്. എന്തിനു വേണ്ടിയാണ്? വരാർത്ഥാഹ, നല്ല വരനെ കിട്ടാൻ വേണ്ടി. വരൻ ഭർത്താവ്. വരാർത്ഥാഹ, ഒരു നല്ല വരനെ അർത്ഥിച്ചുകൊണ്ട് നാഗകന്യമാർ എല്ലാ ദിവസവും യാതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കുന്നുവോ ആ പാദപത്മത്തിലേക്ക് സനകാദികളായ ഋഷിമാർ വെള്ളമിറ്റിച്ചു വീഴുന്ന ജഡാമകുടത്തോടെ വന്ന് ആരാധിച്ചു. ഈ ചോദ്യം ചോദിക്കുന്ന അങ്ങനെയാണ്. സനകാദിമാർ സ്വർഗംഗയിൽ മുങ്ങിക്കുളിച്ച് ആ മുടിയിൽ നിന്നും ജഡാകലാപത്തിൽ നിന്നും വെള്ളമിറ്റിച്ചു വീണ് ആ വീഴുന്ന ഭഗവാന്റെ ആ സംഘർഷണമൂർത്തിയുടെ പാദപങ്കജം അതിലേക്ക് വെള്ളമിറ്റിച്ചു വീഴിച്ചുകൊണ്ട് നമസ്കരിച്ചിരിക്കുന്ന സനകാദികളോടാണ് സംഘർഷണമൂർത്തി ഭാഗവതം ഉപദേശിക്കുന്നത്. ഈ പാദപത്മത്തിന്റെ വൈശിഷ്ട്യം നാഗകന്യകമാർ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി എന്നും വന്ന് ഈ ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചിക്കുക പതിവായിരുന്നു എന്നർത്ഥം. ഇന്നും പല ക്ഷേത്രങ്ങളിലും താമരമാലകൾ ഭഗവാൻ ഇഷ്ടമാണ്. കന്യകമാരെ, നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി ഇപ്പോഴും താമരമാലകൾ ഭഗവാന് കഴുത്തിൽ ചാർത്താറുണ്ട്, വഴിപാട് നടത്താറുണ്ട്. അടുത്ത കാലത്ത് വിവാഹത്തിൽ താമരപ്പൂവ് കൊണ്ടുള്ള മാലകൾ പരസ്പരം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സംഘർഷണമൂർത്തിയുടെ പാദപത്മത്തിന്റെ പ്രതീകമാണ് ഈ താമര. ഈ താമരയിൽ നാഗകന്യകമാർ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി വന്ന് അർച്ചിച്ചിരുന്നു. ആ പാദത്തിലേക്കാണ് സനകാദികൾ വന്ന് നമസ്കരിച്ചത്. അവർ നമസ്കരിക്കുമ്പോൾ അവരുടെ ജഡാമകുടത്തിൽ നിന്നും വെള്ളം ഇറ്റിച്ച് ഈ താമരപ്പൂ വീണ്ടും ഉപസ്പൃശന്തശ്ചരണോപധാനം പത്നം യദർച്ഛന്ത്യഹിരാജകന്യാ പപ്രേമനാനാബലിഭരൂവരാർത്ഥാഹം. അഹിരാജകന്യാ കന്യകന്യാഃ പപ്രേമ നാനാബലിഭിഃ വരാർത്ഥാഃ യത് പത്മം അർച്ചന്തി ചരണോപധാനം സ്വർധ്നി ഉദാർദ്രൈഃ സ്വജഡാകലാപൈഃ ഉപസ്പൃശന്തഃ. സ്വർധ്ന്യുദാർദ്രൈ സ്വജഡാകലാപൈ ഉപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർച്ഛന്ത്യഹിരാജകന്യാ പപ്രേമ നാനാബലിഭരൂവരാർത്ഥാഹം. സ്വർധ്ന്യുദാർദ്രൈ സ്വജഡാകലാപൈ
ഉപസ്പൃശന്തശ്ചരണോപധാനം പത്മം വേദർശൻ ജഹിരാജകന്യാ പ്രേമനാനാബലിഭർവരാർത്ഥാഹം മുഹുർഗൃണന്തോ വജഫാനുരാഗസ്ഖലത്പദേനാശ്ചകൃതാനി തജ്ഞാഃ കിരീടഭാഹപ്രമണിപ്രവേഗപ്രദ്യോതിദോദ്ദാമഭനാസഹസ്രം മുഹുർഗൃണന്തഃ മുഹുർ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നവരായി ഗൃണന്തഃ സ്തുവന്തഃ മുഹുർഗൃണന്ത വീണ്ടും സ്തുതിക്കുന്നവരായി വചഫ വാക്കുകൊണ്ട് അനുരാഗസ്ഖലത്പദേന ഭഗവാനോടുള്ള അനുരാഗം കൊണ്ട് വാക്കുകൾ വായിൽ നിന്ന് ഊർന്നു വീണുപോകുന്ന സ്തുതികൾ. നേരത്തെ പ്ലാൻ ചെയ്ത് കുറിച്ചു വെച്ച സ്തുതിയല്ല, ഭഗവാനോടുള്ള പ്രേമാധിക്യം വർദ്ധിച്ചപ്പോൾ തന്നെ വായിൽ നിന്ന് ഊർന്നു വീണ വാക്കുകളാണ്. അതാണ് ശരിയായ സ്തുതി. അങ്ങനെ സ്ഖലത് പദേന അസ്യ കൃതാനി, അസ്യ അവന്റെ, കൃതാനി ചെയ്യപ്പെട്ടിരിക്കുന്ന, തജ്ഞാഹ അതറിയുന്നവർ, തത് ജ്ഞായതേതി തജ്ഞാഹ അത് അറിയുന്നവർ, കിരീടസാഹസ്രമണിപ്രവേഗ പ്രജ്യോതി ഉദ്ദാമഭണാസഹസ്രം 1000 കിരീടങ്ങൾ സംഘർഷണമൂർത്തിയുടെ ശിരസിൽ 1000 ഫണങ്ങളും അതിൽ 1000 കിരീടങ്ങൾ, അതിലുള്ള മണിപ്രവേഗ പ്രദ്യോതിത, അതിലുള്ള ഉത്തമങ്ങളായ രത്നം, മണിപ്രവേഗം, പ്രവേഗം പ്രസിദ്ധമായ ഉത്തമമായ രത്നം, അതിൻ്റെ പ്രദ്യോതിതം തിളക്കം കൊണ്ട് ഉദ്ദാമ ഭണ സഹസ്രം 1000കണക്കിന് ഫണങ്ങൾ വെട്ടിത്തിളങ്ങുന്നവനായ ആ അനന്തന്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് ഭഗവാന്റെ കർമ്മങ്ങളെ തന്നെ വായിൽ നിന്നും അടർന്നു വീഴുന്ന വാക്കുകൾ കൊണ്ട് സ്തുതിക്കുന്നവരായി തീർന്നു സനകാദി. സംഘർഷണമൂർത്തിയുടെ അപാരമായ മഹാത്മ്യം അറിയാവുന്നത് കൊണ്ട് ഭക്തി വർദ്ധിച്ച് പ്രേമമായി മാറിയപ്പോൾ വാക്കുകൾ ഇടറി ഇടറി സ്തുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷണമൂർത്തി ആകട്ടെ 1000 കിരീടങ്ങളുള്ളവനാണെങ്കിലും ആ കിരീടത്തിലുള്ള രത്നങ്ങളുടെ ശോഭയുടെ വെട്ടിത്തിളക്കം കൊണ്ട് 1000 ഫണങ്ങളും അങ്ങനെ മനോഹരമായി തിളങ്ങി ശോഭിക്കുന്ന ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സനകാദികൾ സ്തുതി ആരംഭിച്ചു. മുഹുർഗൃണന്തോ വജഫാനുരാഗസ്ഖലത്പദേനാശ്ചകൃതാനി തജ്ഞാഃ കിരീടസാഹസ്രമണിപ്രവേഗ പദ്യോതിദോദ്ദാമഭണാസഹസ്രം തജ്ഞാഃ അസ്യ കൃതാനി അനുരാഗ സ്ഖലത്പദേന വചഫ മുഹുർഗൃണന്തഃ കിരീടസാഹസ്രമണിപ്രവേഗ പ്രദ്യോതിദോദ്ദാമഭണാസഹസ്രം മുഹുർഗൃണന്തോ വചഫാനുരാഗസ്ഖലത്പദേനാസ്യ കൃതാനി തജ്ഞാഃ കിരീടസാഹസ്രമണിപ്രവേഗ പ്രദ്യോതിദോദ്ദാമഭണാസഹസ്രം മുഹുർഗൃണന്തോ വചഫാനുരാഗസ്ഖലത്പദേനാസ്യ കൃതാനി തജ്ഞാഃ കിരീടസാഹസ്രമണിപ്രവേഗ പ്രദ്യോതിദോദ്ദാമഭണാസഹസ്രം പ്രോക്തം കിലൈതത് ഭഗവത്തമേന നിവൃത്തധർമാഭിരതായതേന ഫനൽകുമാരായ സജാഹൃഷ്ട സാംഖ്യായനായാംഗ ഹൃദൗവൃതായ. പ്രോക്തം കില ഏതത് ഭഗവത്തമേന, ഭഗവത്തമേന തേന, ഭഗവത്തമനായ അവനാൽ, ആ സംഘർഷണമൂർത്തിയാൽ, ഏതത് പ്രോക്തം കില ഇത് പറഞ്ഞതാണ് പോലും. നിവൃത്തി ധർമ്മ അഭിരതായ,
നിവൃത്തിധർമ്മത്തിൽ തൽപരരായിരിക്കുന്ന ഫനൽകുമാരനോടായി. രണ്ട് ധർമ്മമാണുള്ളത്, ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. പ്രവൃത്തി ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് കുടുംബജീവിതം നയിച്ച് അതിൽ കൂടി ഭഗവാനെ ആശ്രയിക്കുക, അത് പ്രവൃത്തിയാണ്. ഇതെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് കുടുംബവുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളുമില്ല, നാടുമില്ല, ഭക്ഷണവുമില്ല, ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്നവരെ നിവൃത്തി നിരതന്മാർ എന്ന് പറയും. ധനകാദികൾ പ്രവൃത്തി നിരതന്മാരല്ല, നിവൃത്തി നിരതന്മാരാണ്. നിവൃത്തിധർമ്മത്തിൽ അഭിരമിക്കുന്നവരായ അവരോട് ഫനൽകുമാരായ സച ആഹ അവൻ പറഞ്ഞു, പൃഷ്ട ചോദിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ചോദിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ചോദിക്കാതെ ഭാഗവതം ആർക്കും പറഞ്ഞു കൊടുക്കരുത്. വഴിയെ പോകുന്നവരൊക്കെ വിളിച്ചു നിർത്തിക്കൊണ്ട് വരൂ വരൂ ഇവിടെ ഭാഗവതം ഉണ്ട് കേട്ടോളൂ എന്ന് പറയരുത്. ഒരു ചന്തക്കവലെ കൂടി നിന്ന് ഭാഗവതം ഉറക്കെ എടുത്തു വെച്ച് വായിച്ച് ആരും കേൾപ്പിക്കരുത്. ചോദിച്ചു വരണം. ചോദിക്കാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അർജുനൻ ചോദിച്ചപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്, അതുവരെ കൊടുത്തില്ല. ശ്രേയഫ്യാത് നിശ്ചിതം ബ്രൂഹി തന്നെ, എന്താണ് ശ്രേഷ്ഠമെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോഴാണ് ഉപദേശിച്ചു കൊടുത്തത്. അല്ലെ എത്രയോ ദിവസം അവർ ഒന്നിച്ച് നടന്ന എപ്പോഴെങ്കിലും വിളിച്ചിരുത്തി അർജുന കേട്ടോളൂ, കുറെ നല്ല കാര്യങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ പറഞ്ഞുതരാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാണ് ചോദിച്ചത്. അന്നം വിദ്യ കന്യാച അനർത്ഥിഭ്യോ നദേഹ, അന്നവും വിദ്യയും കന്യയും ചോദിക്കാത്തവർക്ക് കൊടുക്കരുത്. അന്നം ചോദിക്കുന്നവർക്ക് കൊടുക്കാവൂ, വിദ്യ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാവൂ, കന്യകയെ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാവൂ. വഴിയെ പോകുന്നവരെ വിളിച്ചു നിർത്തി എനിക്ക് കന്യകയുണ്ട് കൊണ്ടുപോകുമെന്ന് ആരും കൊടുക്കാറില്ല. അപ്പൊ ഇത് മൂന്നും ചോദിക്കുന്നവർക്ക് വേണം കൊടുക്കാൻ. പച ആഹപൃഷ്ട സാംഖ്യായനായ അംഗധൃതവ്രതായ, വ്രതം ധരിച്ചവനായ സാംഖ്യായനെ ഫനൽകുമാരമുനി അത് ഉപദേശിച്ചു. അങ്ങനെ സംഘർഷണമൂർത്തിയിൽ നിന്നും ഫനൽകുമാരന് കിട്ടിയ ഭാഗവതം ആ ഫനൽകുമാരൻ സാംഖ്യായനൻ എന്ന ഋഷിക്ക് ഉപദേശിച്ചു. അപ്പൊ ഭഗവത്തമനായ ആ സംഘർഷണമൂർത്തി ഏത് പ്രോക്തം കില, ഇത് പറഞ്ഞുവല്ലോ. ആർക്കാണ്? നിവൃത്തിധർമാഭിരതായ ഫനൽകുമാരായ, നിവൃത്തിധർമ്മത്തിൽ അഭിരമിച്ചിരിക്കുന്നവനായ ഫനൽകുമാരൻ പൃഷ്ടഹച അഹ ചോദിച്ചപ്പോൾ പറഞ്ഞു. അത് ആ ഫനൽകുമാരൻ സാംഖ്യായനായ ഹൃതവ്രതായ അംഗ സംബോധനയാണ്. ഹേ പൂജ്യനായ പരീക്ഷത്തെ, ധൃതവ്രതനായ സാംഖ്യായന് അത് പറഞ്ഞു കൊടുത്തു. പ്രോക്തം കിലൈതദ് ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായതേന ഫനൽകുമാരായ ഫചാഹപൃഷ്ട സാംഖ്യായനായ ധൃതവ്രതായ ഭഗവത്തമേന തേന നിവൃത്തിധർമാഭിരതായ ഫനൽകുമാരായ ഏതത് പ്രോക്തം അംഗ പൃഷ്ടഃ സഹ ഹൃതവ്രതായ സാംഖ്യായനായ അഹ. പ്രോക്തം കിലൈതദ് ഭഗവത്തമേന നിവൃത്തധർമാഭിരതായതേന ഫനൽകുമാരായ ഫചാഹപൃഷ്ട സാംഖ്യായനായ അംഗധൃതവ്രതായ. പ്രോക്തം കിലൈതദ് ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായതേന ഫനൽകുമാരായ ഫചാഹപൃഷ്ട സാംഖ്യായനായ അംഗധൃതവ്രതായ. സാംഖ്യായന പാരമഹംസമുഖ്യോ വിവക്ഷമാണോ ഭഗവദ്വിഭൂതീഃ ജഗാദസോസ്മൻ ഗുരവേന്വിതായ പരാശരായാർത്ഥ ബൃഹസ്പതേശ്ച.
സാംഖ്യായനഃ, ആ സാംഖ്യായനൻ പരമഹംസ്യമുഖ്യ, പരമഹംസന്മാരിൽ വെച്ച് മുഖ്യനായ, പരമഹംസന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ സാംഖ്യായനൻ വിവക്ഷമാണോ ഭഗവത് വിഭൂതിഹി, ഭഗവാന്റെ വിഭൂതികളെ പറയുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ജഗാദ പറഞ്ഞു. സഹ അസ്മദ്ഗുരവേ അന്വിതായ, അന്വിതായ ശിഷ്യനോട് കൂടിയിരിക്കുന്ന അസ്മദ്ഗുരവേ ഞങ്ങളുടെ ഗുരുവായ പരാശരായ, പരാശരന് പറഞ്ഞു. അപ്പം സംഘർഷണമൂർത്തി സനൽകുമാരൻ ഉപദേശിച്ചു, സനൽകുമാരൻ സാംഖ്യായൻ ഉപദേശിച്ചു, ആ സാംഖ്യായനൻ പരാശരൻ ഉപദേശിച്ചു. ഞങ്ങളുടെ പിതാവായ ഗുരുവായ പരാശരൻ ഉപദേശിച്ചു. ആ പരാശരൻ അഥ ബൃഹസ്പതേശ്ച, ബൃഹസ്പതിക്ക് ഉപദേശിച്ചു. നോക്കുള്ളൂ, ഇങ്ങനെയാണ് ഇതിന്റെ വരവെന്ന് പറയാം ഭാഗവതത്തിൽ. പരമഹംസന്മാരുടെ വ്രതം സ്വീകരിച്ച ആ സാംഖ്യായനൻ ഈ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ഭാഗവത കഥ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നത് ഞങ്ങളുടെ പിതാവായ ഗുരുവായ പരാശരൻ ഉപദേശിച്ചു. ആ പരാശരൻ ദേവഗുരുവായ ബൃഹസ്പതിക്ക് ഉപദേശിച്ചു. സാംഖ്യായന പാരമഹംസമുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതി, ജഗാദസോസ്മൻ ഗുരവന്വിതായ പരാശരായാഥ ബൃഹസ്പതിശ്ച. പാരമഹംസ്യമുഖ്യഃ സാംഖ്യായനഃ ഭഗവത് വിഭൂതിഃ വിവക്ഷമാണഃ അന്വിതായ അസ്മദ് ഗുരവേ പരാശരായ അഥ ബൃഹസ്പതേഃ ജഗാദ. സാംഖ്യായന പാരമഹംസമുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതി, ജഗാദസോസ്മദ് ഗുരവേന്വിതായ പരാശരായാഥ ബൃഹസ്പതേശ്ച. സാംഖ്യായന പാരമഹംസ്യമുഖ്യോ വിവക്ഷമാണോ ഭഗവത് വിഭൂതി, ജഗാദസോസ്മദ് ഗുരവേന്വിതായ പരാശരായാഥ ബൃഹസ്പതേശ്ച. പ്രോവാച മഹ്യം സദയാലുരുക്തോ മുനിപുലസ്തേന പുരാണമദ്യം, സോഹം തപൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. പ്രോവാച പറഞ്ഞു, മഹ്യം എനിക്കായിക്കോട്ടെ. അങ്ങനെ ബൃഹസ്പതി എനിക്കത് പറഞ്ഞു. പ്രോവാച മഹ്യം സ ദയാലുഹു, ദയാലുവായ ആ ബൃഹസ്പതി എനിക്കത് പറഞ്ഞു. ഉക്തഹ ചോദിക്കപ്പെട്ടവനായ, മുനിഹി പുലസ്ത്യേന പുരാണം ആദ്യം, പുലസ്ത്യമുനിയാൽ, സപ്തർഷിമാരുടെ ഒരാളാണ് പുലസ്ത്യൻ. ആ പുലസ്ത്യമുനിയാൽ ആദ്യം പുരാണം, ആദ്യമായ ഈ പുരാണത്തെ സോഹം തവ ഏതത് കഥയാമി വത്സ, ഹേ കുഞ്ഞെ, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധാലവേ, ശ്രദ്ധയോടുകൂടിയിരിക്കുന്നവനായിക്കൊണ്ട്, നിത്യം അനുവ്രതായ, എന്നും ശിഷ്യനായ, അനുവ്രതൻ അനുസരിച്ചു പോകുന്നവൻ ശിഷ്യൻ എന്നർത്ഥം. അങ്ങനെയുള്ള അനുവ്രതനായ നിനക്ക് ഞാനിത് ഉപദേശിക്കും എന്ന് ഭാഗവതത്തിന്റെ വരവിനെ കുറിച്ചാണ് ഈ കുറെ ശ്ലോകങ്ങളിൽ ബോധ്യപ്പെടുത്തിയത്. പുലസ്ത്യൻ പറയപ്പെട്ടതായ ആ പുരാണത്തെയാണ് ഞാനിപ്പോൾ നിനക്ക് ഉപദേശിച്ചത്. പുലസ്ത്യൻ എങ്ങനെയാണ് പരാശരന് ഇത് ഉപദേശിച്ചു കൊടുത്തത് എന്നാണെങ്കിൽ അതിനൊരു ചെറിയ കഥയുണ്ട്. പരാശര മുനിയുടെ പിതാവിന്റെ പേര് ശക്തി എന്നാണ്. നമ്മൾ ഗുരുപരമ്പരയെ സ്തുതിക്കുമ്പോൾ ശക്തിശ്ച തത്പുത്രം എന്നിങ്ങനെ സ്തുതിച്ചു വരാറുണ്ട് ഒരു ശ്ലോകത്തിൽ. ശക്തിയുടെ പുത്രനാണ് പരാശരൻ, പരാശരന്റെ പുത്രനാണ് വ്യാസൻ, ശക്തിയുടെ പൗത്രനാണ് വ്യാസൻ എന്ന് പറയാം. അങ്ങനെ പരാശരമുനി
തൻ്റെ പിതാവിനെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചു. ഇതറിഞ്ഞ പരാശരൻ രാക്ഷസന്മാരെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സത്രം ആരംഭിച്ചു. രാക്ഷസന്മാരൊക്കെ പുലസ്ത്യന്റെ പുത്രന്മാരാണ്. നോക്കൂ, പൗലസ്ത്യൻ എന്നൊക്കെ രാവണന് പേരുണ്ട്. പുലസ്ത്യന്റെ പുത്രനായതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പുലസ്ത്യൻ പരാശരനോട് സത്രം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സത്രം നിർത്തിയപ്പോൾ അതിനൊരു പരിഹാരമായിട്ട്, ആ ചെയ്തതിന് ഉപകാരമായിട്ട് ഈ ഭാഗവത പുരാണ സംഹിത ലോകത്ത് പ്രചരിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും എന്ന് അനുഗ്രഹിച്ചു വരം കൊടുത്തു. അങ്ങനെയാണ് പരാശരൻ പുരാണകർത്താവായി തീർന്നത് എന്ന് പുരാണങ്ങളിൽ കാണപ്പെടുന്നവരുടെ ഉപന്യാസമാണിത്. അതുകൊണ്ട് ദയാലുവായ ആ സംഖ്യായൻ എനിക്ക് ഉപദേശിച്ചു, പുലസ്ത്യൻ ഈ പുരാണം ആദ്യം എൻ്റെ ഗുരുവായ എൻ്റെ പിതാമഹനായ ആ പരാശരൻ ഉപദേശിച്ചതാണ്. അത് ഞാൻ അതുപോലെ ശിഷ്യന്മാരോട് കൂടി നിനക്ക് ഇതാ ഉപദേശിച്ചു തരുന്നു എന്ന് പറഞ്ഞാണ് മൈത്രേയൻ വിതുരർക്ക് ഭാഗവതം ഉപദേശിക്കാൻ തുടങ്ങുന്നത്. പ്രോവാചമഹ്യം സദയാലുരുക്തോ മുനിപുലസ്ത്യേന പുരാണമദ്യം സോഹം തവൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായാം. പുലസ്ത്യേന ഉക്തഃ സദയാലുഃ മുനിഃ ആദ്യം പുരാണം മഹ്യം പ്രോവാച വത്സ ശ്രദ്ധാലവേ അനുവ്രതായ തവ ഏതത് സ്വ അഹം കഥയാമി. പ്രോവാചമഹ്യം സദയാലുരുക്തോ മുനിപുലസ്ത്യേന പുരാണമദ്യം സോഹം തവൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായാം. പ്രോവാചമഹ്യം സദയാലുരുക്തോ മുനിപുലസ്ത്യേന പുരാണമദ്യം സോഹം തവൈതത് കഥയാമി വത്സാം ശ്രദ്ധാലവേ നിത്യമനുവ്രതായാം. നമ്മൾ സമയം അതായിരിക്കാണ്. 9 ശ്ലോകം എടുക്കാൻ പറ്റുള്ളൂ. ഇനി മുതൽ 10ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ എന്ന ആഭിപത്തിൽ നിന്നും ബ്രഹ്മാവുണ്ടായ കഥ അങ്ങോട്ട് പറയാൻ പോവാണ്. ഇത് ഭാഗവതത്തിൻ്റെ തുടക്കം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഭാഗവതത്തിന്റെ വരവ് കൂടി ഋഷിയുടെ സൂചിപ്പിച്ചു പോയതാണ്. ബാക്കി കാര്യം നമുക്ക് അടുത്ത ദിവസത്തേക്ക് നമുക്ക് 9 ശ്ലോകം തീരാൻ പറ്റുള്ളൂ. ഇത്ര ശ്ലോകം വേണം നമുക്ക് വ്യവസ്ഥയില്ല. എങ്കിൽ പോലും ഞാൻ ഇത്തിരി സ്പീഡ് കുറച്ചാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്പീഡ് കൂട്ടണം എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കുറച്ചുകൂടി വേഗതയിൽ പോകാം. പക്ഷെ നിങ്ങൾക്ക്